ഹായ് ഓൾ അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി രാവിലെ നോക്കുമ്പോൾ ഇന്ന് എന്ത് കറി ഉണ്ടാക്കും എന്ന് ആലോചിച്ച് ഇനി ആരും വിഷമിക്കേണ്ട. കാരണം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് കറി ഇല്ലാതെ തന്നെ രുചിയോടെ കഴിക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചിക്കൻ പൂരി. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും രാത്രി ഡിന്നറായിട്ടും ഒക്കെ ഒരുപോലെ നമുക്കിത് എൻജോയ് ചെയ്യാം. കുട്ടികൾക്കാണെങ്കിൽ ലഞ്ച് ബോക്സിലും കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു വിഭവമാണിത്. അപ്പോൾ ഒട്ടും വൈകിക്കണം, നമുക്ക് വീഡിയോയിലേക്ക് കടന്നാലോ. ആദ്യം തന്നെ വേണ്ടത് 100 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. നല്ല എല്ലില്ലാത്ത ചിക്കനാണ് കേട്ടോ. അതൊന്ന് നമുക്ക് മസാല തേക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂണോളം മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും, പിന്നെ നമുക്ക് വേണ്ടത് 1/2 ടീസ്പൂണോളം നമുക്ക് വിനാഗിരി, അതിന് പകരം നാരങ്ങനീരും ചേർത്തി കൊടുക്കാം. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് ഒരു 1/4 ടീസ്പൂണോളം നന്നായി നമുക്കൊന്ന് മസാലയാക്കി അവിടെ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, ഒരു 10 മിനിറ്റോളം കേട്ടോ. ശേഷം നമുക്കിതാ ഒരു 1/2 കപ്പ് മൈദ ചേർത്തി കൊടുക്കാം. 1/2 കപ്പ് പറഞ്ഞാൽ 250 ml കപ്പിന് കേട്ടോ. അതേ സെയിം അളവിൽ തന്നെ 1/2 കപ്പോളം നമുക്ക് ഗോതമ്പ് പൊടിയും ചേർത്തി കൊടുക്കാം. പിന്നെ ഒരു 1.5 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്തി കൊടുത്തിട്ട് നന്നായി മിക്സാക്കി എടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതിലോട്ട് കറുത്ത എള്ളാണ് കേട്ടോ. അപ്പോൾ ഓപ്ഷനിലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്തി കൊടുത്താൽ മതി. അതും ഒരു 1/2 ടീസ്പൂണോളം നമുക്ക് ചേർത്തി കൊടുത്ത് മിക്സാക്കി എടുക്കാം. ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് ഉണ്ടാക്കില്ല, അതേ രൂപത്തിൽ തന്നെ നമുക്ക് കുഴച്ചെടുക്കാം. അപ്പോൾ വെള്ളം കൂടുതൽ ആവിപ്പോയരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നമുക്ക് മാവ് റെഡിയായി കിട്ടണം. ഇനി നമുക്ക് ഇതും അവിടെ ഒന്ന് അടച്ച് വെച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ ഒരു ഫില്ലിങ് റെഡിയാക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുക്കാം. നമ്മൾ മസാലയാക്കി നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അത് നമുക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. കൂടുതൽ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്ന വേണം. നമ്മൾ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തത്, അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് വെന്ത് കിട്ടും. അതിന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ 2-3 വട്ടം ഇളക്കി കൊടുത്ത് വെന്ത് കിട്ടും കേട്ടോ. നല്ല സ്മൂത്തായിട്ടായിരിക്കുമ്പോൾ നമുക്കിത് കോരി മാറ്റാം. ഇനി അതൊന്ന് ജസ്റ്റ് നമുക്കൊന്ന് തണുക്കണം കേട്ടോ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ കുക്കറിലുള്ള ഓയിൽ തന്നെ ഉണ്ടല്ലോ, നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തത്, ആ ഓയിൽ തന്നെ നമുക്ക് 2 മീഡിയം സൈസ് നമുക്ക് സവാള ചെറുതായി കട്ടാക്കിയിട്ട് ചേർത്തി കൊടുക്കാം. അതേപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റും കൂടി ചെറുതായി കട്ടാക്കി എടുക്കാം. നിങ്ങൾ കാബേജോ ഒക്കെ കയ്യിലുണ്ടെങ്കിൽ അതും ചേർത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് നന്നായി മിക്സാക്കി എടുക്കാം. അപ്പോൾ കൂടുതൽ നേരം നമുക്കിത് ഇങ്ങനെ വഴറ്റിയെടുക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ തന്നെ നമുക്ക് 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്തി കൊടുക്കാം. ഇനി വീണ്ടും നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു പച്ചമുളക് കട്ടാക്കിയതും, പിന്നെ അതുപോലെ കുറച്ച് കറിവേപ്പിലയും കൂടി നമുക്ക് ചേർത്തി കൊടുക്കാം. പിന്നെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളകൊക്കെ കൂട്ടിയെടുക്കാം. ഞാനിവിടെ കുട്ടികൾക്ക് ഉള്ളത് കാരണം ഞങ്ങൾ എരിവ് കുറച്ചിട്ടാണ് ഇട്ടെടുക്കുന്നത്. ഇനി പൊടികൾ ഇട്ട് കൊടുക്കാം. 1/2 ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി, പിന്നെ അതുപോലെ തന്നെ നല്ല കാശ്മീരി മുളക് പൊടിയാണ് 1/2 ടീസ്പൂണോളം, പിന്നെ കുറച്ച് 1 ടീസ്പൂണോളം നമുക്ക് മല്ലിപ്പൊടിയും ചേർത്തി കൊടുക്കാം. ഇനി വീണ്ടും മിക്സാക്കിയിട്ട് കുറച്ച് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും അതുപോലെ ഒന്നുകൂടി മിക്സാക്കി എടുക്കാം. ഇനി നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, അതൊക്കെ നമുക്കൊരു മിക്സിയുടെ ജാറിൽ പൊടിക്കണ ജാറിലാണ് കേട്ടോ. അതിലൊന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. കൂടുതൽ അരയരുത് കേട്ടോ. നമുക്കിത് ഇതുപോലെ ആയിരിക്കണേ നമ്മുടെ ചിക്കനെ പൊടിഞ്ഞ് കിട്ടാൻ. അതും കൂടി നമ്മുടെ ഈ മസാലയിലോട്ട് ചേർത്തി കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വീണ്ടും മിക്സാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇപ്പോൾ വരുന്നത്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഈ മസാല കഴിക്കാൻ തന്നെ. ഇനി ലാസ്റ്റ് ഫൈനൽ കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ചെറുതായി വീണ്ടും കട്ടാക്കിയിട്ട് നമുക്ക് ചേർത്തി കൊടുക്കാം. വീണ്ടും മിക്സാക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് ചൂടാറി വരാനുണ്ട്. അപ്പോൾ ഒന്ന് തണുക്കട്ടെ കേട്ടോ. ഇനി നമ്മുടെ മാവ് നമ്മൾ എടുത്ത് വെച്ചതുണ്ടല്ലോ, അപ്പോൾ ഇതൊരു 10 മിനിറ്റോളം ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഒരു 3 ബോൾസാക്കി എടുത്തിട്ടുണ്ട് ഞാനിവിടെ. ഇനി ഇത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുമ്പോൾ നന്നായിട്ട് തന്നെ നമ്മൾ ബിഗ് സൈസായിട്ട് പരത്തിയെടുക്കുക. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ കൂടുതൽ ഇങ്ങനെ തിന്നാവരുത് കേട്ടോ, കുറച്ച് കട്ടി ഉണ്ടായിരിക്കണം. അതിലോട്ട് നമ്മുടെ മസാല നമുക്ക് ചേർത്തി കൊടുക്കാം. ഒരു 4 ഭാഗത്തായിട്ട് ചേർത്തി കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും അങ്ങനെ ഒരു ചപ്പാത്തി പോലെ പരത്തിയെടുത്ത് മുകളിൽ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് സ്കിപ്പായിട്ടോ വീഡിയോ, അതാണേ. അപ്പോൾ നമുക്കിവിടെ 10 എണ്ണം കിട്ടിയിട്ടുണ്ട്, ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടായ എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ കോരിയെടുക്കുമ്പോഴും ഹൈ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ നമുക്ക് കോരിയെടുക്കും ചെയ്യണേ. എണ്ണയൊന്നും ഒട്ടും പിടിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമ്മളെ എണ്ണയൊക്കെ പെട്ടെന്ന് തന്നെ അങ്ങനെ വറ്റിപ്പോകും. കണ്ടോ, ഒരു എണ്ണയും ഇല്ല. നമുക്ക് ആ വെച്ച അതുപോലെ തന്നെ എണ്ണ അതിലുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാം ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം.
രാവിലേക്ക് തിരക്ക് പിടിക്കുന്ന സമയത്തൊക്കെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് കറികളൊന്നും വേണ്ട, ഇങ്ങനെ കഴിക്കാൻ തന്നെ അടിപൊളിയാണ്. നമ്മുടെ മസാലയും നമ്മുടെ ഭൂരിയൊക്കെ കൂടി കഴിക്കുമ്പോൾ സൂപ്പറാണ്. അതുപോലെ തന്നെ കുട്ടികളെ ലഞ്ച് ബോക്സിലും സ്നാക്സ് ബോക്സിലും ഒക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി ഐറ്റം കൂടിയാണ് ഇത്. ഇനി ഞാനിതാ ഒന്നെടുത്തിട്ട് പൊട്ടിച്ച് കാണിച്ചു തരാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. കണ്ടോ, നല്ല ഫില്ലിംഗ് ഒക്കെ നിറഞ്ഞ് കണ്ടോ. അപ്പം നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ചിക്കൻ പൂരി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ കുറഞ്ഞ സമയം കൊണ്ട് കറിയില്ലാതെ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഈ വിഭവം നിങ്ങൾ തീർച്ചയായും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കും താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. വീഡിയോ ഇഷ്ടമായ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള നല്ല റെസിപ്പികൾക്ക് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് നല്ലൊരു റെസിപ്പി കൊണ്ട് വീണ്ടും കാണാം കേട്ടോ. അതുവരേക്കും എല്ലാവരും സേഫ് ആയിരിക്കുക, ഹാപ്പി ആയിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ.